തലവൻ ഹിറ്റായിരുന്നു, ലെവൽ ക്രോസ് നല്ല അഭിപ്രായം നേടി, ഇപ്പോ അഡിയോസ് അമീഗോ നല്ല അഭിപ്രായം നേടുന്നു. സ്ക്രിപ്റ്റ് സെലക്ഷനിൽ എന്ത് മാറ്റമാണ് ഈയിടെയായിട്ട് വരുത്തിയത്? ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ എപ്പോഴും ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ചെയ്തത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ 15 വർഷമായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് നല്ല ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ സമപ്രായക്കാരായ ഒരുപാട് നടന്മാരും വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവാം. അതിലുണ്ടായ മാറ്റങ്ങളാണ്. ബോധപൂർവം ഞാൻ ഇന്നു മുതൽ നന്നാവാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല. അത് അറിയായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തേനെ. പിന്നെ ഒരുപാട് ആഗ്രഹിച്ചൊരു ചോദ്യമാണത്. 3 സിനിമകൾ ബാക്ക് ടു ബാക്ക് ഹിറ്റായി എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് ഒരു സോഷ്യൽ ഗ്യാതറിംഗിൽ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ചോദ്യമാണ്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. പ്രത്യേകിച്ച് ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രീനെ പറ്റി നമ്മളും പുറത്തുനിന്നുള്ള ആളുകളും എല്ലാം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സിനിമകളെ പറ്റിയിട്ട്. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ഈ വർഷം ഞാനൊരു പടം ഇറക്കി, അത് മോശമാക്കിയില്ല എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. 3 ഡിഫറെന്റ് ജോണറിലുള്ള സിനിമകൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റി. നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്നത് ഇപ്പോൾ തമിഴിൽ നിന്നൊക്കെ ഉള്ള പല റിവ്യൂവേഴ്സും എടുത്ത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ള സിനിമ എന്നല്ല, അവരെല്ലാ രീതിയിലുള്ള സിനിമകളും ചെയ്യും. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നുള്ള തമിഴിൽ നിന്നുള്ള ഒരു പ്രമുഖ റിവ്യൂവർ അഡിയോസ് അമീഗോയെ പറ്റി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായ കാര്യം. ഒരു കൾച്ചർ ബൗണ്ടറീസ് ഇല്ലാതെ ഏത് ഭാഷയിലുള്ള ആളുകൾക്കും ഇത് മനസ്സിലാകും. ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള, വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെയുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളുകളാണ്. നമുക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള സുഹൃത്തുക്കളിൽ പലരെയും നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ്. അപ്പൊ തങ്കം വന്ന് എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും എനിക്ക് ഒരുപാട് പേര് ഓർമ്മ വന്നു. ഈ സിനിമ കാണുന്നവർക്കും കണ്ട് ഇറങ്ങിയ അഭിപ്രായം എഴുതിയവരും എല്ലാം പറയുന്നത് അവരുടെ സുഹൃത്തുക്കളെ പറ്റിയും അവര് പരിചയപ്പെട്ട രീതിയെ പറ്റിയും ഒക്കെയാണ്. അപ്പൊ നമുക്കറിയില്ല ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കയറി വരുന്നതും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതൊന്നും. അപ്പൊ അതൊക്കെയാണ് തങ്കം ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇപ്പൊ ഞാൻ താഴെ നിന്നപ്പോ സുഹൃത്തുക്കളോട് പറഞ്ഞു, സിനിമ കഴിഞ്ഞിട്ട് ഒരു കയ്യടി കേട്ട് കഴിഞ്ഞ പിന്നെ ഒരു സൈലൻസ് ഉണ്ട് തിയേറ്ററിൽ. ലൈറ്റ് വരുമ്പോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കരഞ്ഞ കണ്ണ് ആരും കാണാതിരിക്കാൻ വേണ്ടി. അത് കണ്ണുനീര് കാണുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യമായിട്ടാണ്. തിയേറ്റർ വിസിറ്റ്സിന് ഇപ്പൊ നമ്മള് രാഗത്തിൽ പോയി തൃശ്ശൂര്, അപ്പൊ അവിടെയൊക്കെ ഞാൻ വനിത വിനിത അവിടെയൊക്കെ പോയ സമയത്ത് നമ്മൾ കാണുന്നത് ആളുകൾ നമ്മളെ നോക്കുമ്പോൾ കരഞ്ഞ കലങ്ങിയ കണ്ണായിട്ടാണ്. പലർക്കും പലരെയും ഓർമ്മ വരുന്നു, പല യാത്രകളും ഓർമ്മ വരുന്നു. അപ്പൊ അതൊക്കെയാണ് ഈ സിനിമ പയ്യെ പയ്യെ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സൈൻ. ഞാൻ വിചാരിച്ചതിൽ അത്രയും ഈ സിനിമ എത്തിയിട്ടില്ല. ആളുകൾ അറിഞ്ഞ് എത്തുന്നതേ ഉള്ളൂ. ഒരു പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഫീലിംഗ് നേരത്തെ ഉണ്ടായത് സൺഡേ ഹോളിഡേക്കാണ്. സൺഡേ ഹോളിഡേ ഇതുപോലെ ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞ് ഫാമിലി ഓഡിയൻസ് വന്നു തുടങ്ങിയതിന് ശേഷമാണ് ആ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോവുകയും 110 ദിവസത്തോളം അത് ഓടുകയും ചെയ്തത്. അത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോകുന്നതെന്നാണ് എന്റെ പ്രതീക്ഷ. ഈ കഴിഞ്ഞ ശനിയും ഞായറുമായിട്ട് ഏറ്റവും കൂടുതൽ വന്ന് കണ്ടത് ഫാമിലീസ് ആണ്. നമുക്ക് കാണാം മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സിനിമ കാണാൻ വരുന്നതും അവര് ഇതിന്റെ ഇമോഷൻ കൃത്യമായി മനസ്സിലാക്കുന്നതും ഒക്കെ. അപ്പൊ എന്തോ ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സോറി. അസ്ബിക, ഈ പടത്തിന്റെ തുടക്കത്തിൽ ഈ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് എന്ന് പറയുന്ന ആ ഒരു ഇത്, അതുപോലെ നിങ്ങളുടെ ക്യാരക്ടറായിട്ട്, അത് പൊതുവെ നമ്മുടെ സിനിമയിൽ അങ്ങനെ അവരെ ആക്ടേഴ്സ് പറയുന്നുണ്ട്, ആ ക്യാരക്ടറായിട്ട് പറയുന്നുണ്ട്, ആരുടെ ഐഡിയ ആയിരുന്നു അത്? നാസിന് ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ഒരാളാണ് ഇതിന്റെ തിരക്കഥാകൃത്ത് തങ്കവും സംവിധായകൻ നിർമ്മാതാവും. അപ്പൊ ഞങ്ങളിത് ഇങ്ങനൊരു പ്ലാൻ ഇത് ആദ്യം ചെയ്തത് ഹണീബിയിലാണ്. ഹണീബി തുടങ്ങുമ്പോൾ ഞാനും ബാലു കൂടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്നാണ് നാസ് ഇങ്ങനെ എന്നോട് ചോദിച്ച്, ഇക്ക നമുക്ക് നിങ്ങളുടെ 2 പേരുടെ സ്ലാങ്ങിൽ ഇത് പറഞ്ഞാലോ. അപ്പൊ അവിടെ മുതൽ ഓഡിയൻസ് ഇത് ശ്രദ്ധിക്കണം എന്നുള്ളതും, കാര്യം നമ്മൾ ഇവരുടെ 2 പേരുടെയും വലിയ ബാക്ക് സ്റ്റോറീസ് ഒന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം മുതൽ തന്നെ ഈ ക്യാരക്ടേഴ്സിനെ ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. അതിന് ഉണ്ടാക്കിയ ബ്രില്യന്റ് ഐഡിയ ഇദ്ദേഹത്തിന്റെയാണ്.